celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ന്യൂയോർക്കിലെ മലയാളി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യവും ന്യൂയോർക്ക് കേരള സെന്റർ പ്രസിഡന്റും കൂടിയായ അലക്സ് എസ്തപ്പാൻ കാവുംപുറത്ത് പ്രസിഡന്റായി ജ്ഞാനായ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയ്ക്ക് പുതിയ നേതൃത്വം. നിലവിൽ കാനയുടെ നാഷണൽ കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹം. അലക്സ് എസ്തപ്പാനൊപ്പം വൈസ് പ്രസിഡന്റ് ജോസഫ് മുലാപ്പള്ളി, സെക്രട്ടറി സലാസ് കാലയിൽ, ജോയിന്റ് സെക്രട്ടറി പീറ്റർ ലൂക്കോസ് ഇലക്കാട്, ട്രഷറർ ഉപ്പച്ചൻ പതിയിൽ, കോർഡിനേറ്റർ മാത്യു വാഴപ്പള്ളിൽ, PRO ജോസ് കല്ലടിക്കൽ എന്നിവരാണ് എക്സിക്യൂട്ടീവിലെ ഇതര അംഗങ്ങൾ. ഇവർക്കൊപ്പം ലൂക്കോസ് പാറേഡ്, ടോമി കാലയിൽ, ജോയ് ഒറവന്നക്കുളം എന്നിവർ ഉപദേശ സമിതി അംഗങ്ങളായും, സിറിയക് പറത്തറ, മാത്യു തേരടി ബെൻഡ്, ടോമി പുല്ലുകാട്, ജോയ് മുതുകാട്, ഫിലിപ്പ് പുല്ലാപ്പള്ളി എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുക്കപ്പെട്ടു. 2025 ജനുവരി 1 പുതിയ എക്സിക്യൂട്ടീവ് ചുമതല ഏറ്റെടുക്കും. 2 വർഷമാണ് ഇവരുടെ കാലാവധി. 4 പതിറ്റാണ്ടിലേറെ കാലത്തെ പാരമ്പര്യമുള്ള കാന, കോട്ടയം രൂപതയും ജ്ഞാനായ സമുദായവും തുടർന്നു പോരുന്ന നിർബന്ധിത സ്വവംശ വിവാഹനിഷ്ഠതയ്ക്കും അത് പാലിക്കുവാൻ കഴിയാത്ത സമുദായ അംഗങ്ങളെ സമൂഹത്തിൽ നിന്നും ദേവാലയ അംഗത്വത്തിൽ നിന്നും വേർപെടുത്തുന്നതുമായ അക്രൈസ്തവ നടപടിക്കും വിവേചനത്തിനുമെതിരെ തുടർച്ചയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഇപ്പോഴും തുടരുന്ന ജാതി വ്യവസ്ഥയും വിവേചനങ്ങളും അമേരിക്കയിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാൻ അനുവദിക്കില്ലെന്ന വത്തിക്കാനിലെ പൗരസ്ത്യ തിരുസംഘം 1986 പുറപ്പെടുവിപ്പിച്ച കൽപ്പനയും അതേ നിലപാട് ആവർത്തിച്ചുകൊണ്ടുള്ള നിരവധി കൽപ്പനകൾക്കും ദിനാമമായത് കാനയുടെ നിരന്തരമായ ഇടപെടൽ വഴിയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അമേരിക്കയിലെ ജ്ഞാനായ ദേവാലയങ്ങളും ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയും റോമിൽ നിന്നും ലഭിച്ച കൽപ്പനകൾ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനോ അനുസ്മരിക്കുവാനോ ഇനിയും സന്നദ്ധരായിട്ടില്ല. കാനയുടെ സഹോദര സംഘടനയായ ജ്ഞാനായ കാത്തലിക് നവീകരണ സമിതി 2016 കോട്ടയം മുൻസീഫ് കോടതിയിൽ കോട്ടയം രൂപതയുടെ വിവേചനപരവും അക്രൈസ്തവവുമായ നടപടികൾക്കെതിരെ ഫയൽ ചെയ്തൊരു കേസിൽ മുൻസീഫ് കോടതിയും കോട്ടയം ജില്ലാ കോടതിയും വിവാഹത്തിന്റെ കാരണത്താൽ കോട്ടയം രൂപതാംഗങ്ങൾ പുറത്താക്കൽ നടപടിയും കൂതാശ നിഷേധവും ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകിയിട്ടുള്ള തുല്യതയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെയും നിഷേധമാണെന്നും കാനോൻ നിയമത്തിന്റെ ലംഘനമാണെന്നും വിധി കൽപ്പിച്ചു. ഈ വിധിക്കെതിരെ കോട്ടയം രൂപതാ അധികൃതർ ഫയൽ ചെയ്ത അപ്പീൽ ഇപ്പോൾ കേരള കോടതിയുടെ പരിഗണനയിലാണ്. സ്വവംശ വിവാഹനിഷ്ഠത പോലുള്ള തികച്ചും അപ്രസക്തവുമായ സമ്പ്രദായങ്ങൾ അമേരിക്ക പോലുള്ള പരിഷ്കൃത സമൂഹത്തിലും തുടരണമെന്ന് ശഠിക്കുന്നത് നിരാർത്ഥകരമാണ്. ഇവിടെ ജനിച്ചു വളർന്ന നമ്മുടെ കുട്ടികളുടെ വിവാഹ സ്വപ്നങ്ങളുടെ നിഷേധവുമാണ്. യോജിച്ചൊരു ഇണയെ കണ്ടെത്തുവാൻ കഴിയാതെ അനേകം ജ്ഞാനായ യുവാക്കൾ അമേരിക്കയിൽ വിവാഹ സ്വപ്നം തന്നെ ഉപേക്ഷിക്കുവാൻ സ്വയം നിർബന്ധിതരാകുന്നു. ഈ അവസ്ഥയിൽ നിന്നും നമ്മുടെ യുവതലമുറയെ മോചിതരാക്കുവാനുള്ള കാനയുടെ പ്രവർത്തനങ്ങളിൽ അണിചേരുവാൻ വടക്കേ അമേരിക്കയിലെ എല്ലാ ജ്ഞാനായ സഹോദരങ്ങളെയും കാന ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@email.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.